മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമേയല്ല. ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓർക്കുക, എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും. ജീവിതത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ഭക്തരെ, സ്നേഹമായാലും കരുതലായാലും ബഹുമാനമായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കാർക്കുമില്ല. അർഹതയില്ലാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും വാങ്ങുന്നതാണ് നിങ്ങളുടെ ദുഃഖം. ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞു തുഴയുക. ഇനി മുങ്ങി താഴാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരി മതി ജയിച്ചു എന്നു കരുതുന്നവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ. യോഗമില്ലെന്നു കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. ഭക്തരെ, മാറ്റാൻ കഴിയാത്തതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നിങ്ങളുടെ വിജയം. അറ്റുപോയതിനെ ഒരിക്കലും തുന്നിക്കെട്ടാൻ ശ്രമിക്കാതിരിക്കുക. ഒന്നും പഴയതുപോലെ ആവണമെന്നില്ല. വില കൽപ്പിക്കാത്തിടത്തേക്ക് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ചോദ്യത്തോട് നിങ്ങൾക്ക് പെട്ടെന്ന് പരിഹാസത്തോടെ പ്രതികരിക്കാൻ കഴിയുന്നത് ആരോഗ്യമുള്ള തലച്ചോറിൻ്റെ ലക്ഷണമാണ്. ഭക്തരെ, ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണ്ണരുമല്ല. ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തനിച്ചായിരിക്കും. അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക. മറ്റൊരാൾക്ക് ഒരിക്കലും വളരെയധികം ലഭ്യമാകരുത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. ഭക്തരെ, അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സ്നേഹിക്കുക, അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക, അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക, അതൊരു ഉത്തരവാദിത്തമാണ്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.